കോൺഗ്രസ് ആകെപ്പാട് അടിഞ്ഞ് പണ്ടാറടങ്ങി നിൽക്കുന്ന രാഹുൽ ഗാന്ധി സകലമാന ചീത്തവിളിയും കേൾക്കുന്ന ഈ ദിവസം ഞാൻ ഈ രണ്ട് കാര്യത്തിലും വിയോജിപ്പാണ്. കോൺഗ്രസ് എന്തോ വലിയ അപകടം പറ്റിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഹുൽ ഗാന്ധി ആകെപ്പാടെ വലിയ ഒരു പരാജയമാണ് എന്ന് ഞാൻ ഈ ഘട്ടത്തിലും വിചാരിക്കുന്നില്ല. കാരണം എന്താ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്? ബീഹാറിൽ നമ്മൾ നേരത്തെ തൊട്ടു മുമ്പിലത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ബീഹാറിൽ 2-3 ഘടകങ്ങൾ ചേർന്നിട്ട് കുറച്ച് അധാർമികതയും കൂടെ ചേർന്നിട്ട് വമ്പൻ വിജയം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ സർവേ ഫലങ്ങൾ പോലും കണ്ടെത്താത്തത്രക്ക് വലിയ വിജയം ഈ NDA ഉണ്ടാക്കിയ സമയത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ തന്നെ അവിടെ ദുർബലമായിരുന്ന കോൺഗ്രസ് ഒരല്പം കൂടെ ദുർബലമായി പോയി എന്നതിനെ ഇത്രമാത്രം അല്ലാതെ എതിർക്കേണ്ടുന്ന കാര്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഈ തേജസ്വി യാദവിൻ്റെയും മറ്റും പാർട്ടി വിജയിക്കുകയും മഹാഗഡ്ബന്ധൻ നല്ല മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്ത സമയത്ത് കോൺഗ്രസ് ക്ഷീണിച്ചു പോയിരുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പറയാമായിരുന്നു. അല്ല, ആ മുന്നണി ആകെപ്പാടെ തന്നെ അടിഞ്ഞു വീണിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കോൺഗ്രസിനെ മാത്രമായിട്ട് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. കോൺഗ്രസിന് വീഴ്ചയില്ല എന്നല്ല, അതിലേക്ക് ഞാൻ വരാം. കോൺഗ്രസ് 2020 9.48% വോട്ട് കോൺഗ്രസിനുണ്ടായിരുന്നു. 9.48%, 10 എന്ന് കൂട്ടുക. ഈ തവണ നമ്മൾ ഇതുവരെ അറിയുന്നവരെ 8.76% അവർക്കുണ്ട്. എന്നുവെച്ചാൽ 1% വ്യത്യാസം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. വോട്ട് ശതമാനത്തിൽ അവർക്കുണ്ടായിരുന്ന വോട്ടിൽ ഇത്ര വലിയ തിരിച്ചടി വന്നപ്പോൾ പോലും ഈ 1% കുറവേ ഉണ്ടായിട്ടുള്ളൂ എന്ന് കാണാവുന്നതേ ഉള്ളൂ. അത് പിന്നെ രണ്ടാമതൊരു കാര്യം, ബീഹാർ ആദ്യകാലത്ത് എന്ന് വെച്ചാൽ ഇന്ത്യ ഉണ്ടായതിനു ശേഷമുള്ള ആദ്യകാലത്താണ് ബീഹാറിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അവരുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീ ബാബു എന്നോ മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഞാൻ എവിടെയോ വായിച്ചതാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. അത് ഈ ഉന്നത കുലജാതികൾ എന്ന് പറയുന്ന ജാതികൾ മാത്രം രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആ കാലത്ത് അവർ മാത്രമായിരുന്നു കോൺഗ്രസ് ഈ സവർണ കാസ്റ്റിൻ്റെ ഒരു വലിയ പാർട്ടിയായിരുന്നു. അതിനകത്തുനിന്ന് അവർക്ക് മുന്നോട്ട് വരാനേ പറ്റിയിട്ടില്ല. പക്ഷേ അത് പിന്നീട് ഒരു 60കളിലൊക്കെ വരുമ്പോഴേക്ക് 60കളിലൊക്കെ വരുമ്പോൾ കർപ്പൂരി താക്കൂർ വരുന്നു, അതിനെ ഒരു സോഷ്യലിസ്റ്റ് സംഗതിയായിട്ട് മാറ്റുന്നു. പിന്നീട് ജയപ്രകാശ് നാരായൺ ഉണ്ടാകുന്നു. പിന്നീട് ലാലു യാദവും നിതീഷ് കുമാറും കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന കുറേ കാലം 2020 തൊട്ട് 20 കൊല്ലമായിട്ട് നിതീഷ് കുമാർ ഭരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ കാലത്തിന് ഒക്കെ കോൺഗ്രസ് ക്ഷീണിച്ച അവസ്ഥയിൽ തന്നെയാണ്. കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഈ ഉന്നത കുലജാതികളുടെ വോട്ട് BJP മറ്റും കൈവശം വെക്കുന്ന നിലയും വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആളുകളില്ല. പിന്നെ നമ്മൾ കാണുന്ന എന്താണ് അവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഇവർ ആദ്യകാലത്ത് ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ ഉന്നത കുലജാതികളെ മാത്രം നോക്കിയതിൻ്റെ കുഴപ്പങ്ങളെല്ലാം ഇപ്പോൾ അവിടെയുണ്ട്. കാരണം അവിടെ വലിയ വോട്ട് ബാങ്കായിട്ട് താഴെത്തട്ടുള്ള ആളുകൾ വന്നു. അവർക്കൊന്നും കോൺഗ്രസ് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചു വരാൻ എന്നിട്ടും അവിടെ 10% വോട്ട് ആരുമില്ലാത്ത കോൺഗ്രസിന് ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ 8% ഉണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്.